ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി കറിവേപ്പില ഒത്തിരിയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ചെയ്ത് വെക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതൊരു ട്രഡീഷണൽ ഐറ്റമാണ്. പഴയകാലത്ത് അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. നമുക്ക് ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനും ഒരുപാട് കാലം 2 മാസം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാനും അതുപോലെ നമുക്ക് ടിഫിൻ ബോക്സിലേക്കൊക്കെ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഉരുളി തന്നെ വേണമെന്നില്ല, അടി കട്ടിയുള്ളൊരു പാത്രം. ഇതാണ് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഞാൻ. അളവ് ഞാൻ വഴിയേ പറയാം. കറിവേപ്പിലയിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. കഴുകിയതിന് ശേഷം നന്നായി വെള്ളം കളഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. 1 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലായിടത്തും ഒന്ന് ഫ്രൈ ആവണം, എണ്ണ എല്ലായിടത്തും ഒന്ന് എത്തണം. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കറിവേപ്പില ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കൂലേ, അതുപോലെ ഇങ്ങനെ കറുമുറു കുറിക്കത്തക്ക രീതിയിൽ ഉള്ള ആ സൗണ്ട് വരണം. അത്രയും നന്നായിട്ട് ഫ്രൈ ആവണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നന്നായിട്ടൊന്ന് കറിവേപ്പില ഫ്രൈ ആയി കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുള്ളൂ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. അടി കട്ടിയുള്ളൊരു പാത്രം തന്നെ വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അവസാനം എത്തുമ്പോഴേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതാ കണ്ടോ, നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. കറിവേപ്പില അങ്ങ് തീരെ ചുരുങ്ങിപ്പോയി, ഒത്തിരി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ തീരെ അങ്ങ് ചുരുങ്ങിപ്പോയി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ചിരവിയത്. ഇതിപ്പോൾ ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കറിവേപ്പില ഉണ്ടോ അതിൻ്റെ ഇരട്ടിയാണ് തേങ്ങ എടുക്കുക. അപ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ, അത്ര ഡൗട്ടുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മെഷറിംഗ് കപ്പൊക്കെ എടുത്തിട്ട് അളന്നെടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ആ പാത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കറിവേപ്പില എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടിയായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 6 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കാരണം എരിവ് പലർക്കും പല പോലെ ആയിരിക്കും. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു എന്നല്ലാതെ നമ്മൾ വേറെ എണ്ണ ഇനി ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി വേണ്ടത് നല്ല ക്ഷമയാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരുപാട് സമയം നമ്മളിങ്ങനെ ഇളക്കാതെ ഒന്നും ഇരിക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് അടി കട്ടിയുള്ള പാത്രം വേണമെന്ന് പറഞ്ഞത്. അടി കട്ടി കുറഞ്ഞ പാത്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കറിവേപ്പില നമ്മൾ ഇപ്പോൾ ഇതാ കണ്ടോ, ഒരു അത്യാവശ്യം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. കറിവേപ്പിലയും തേങ്ങയും കൂടി ഒരുമിച്ചിടരുത്. കറിവേപ്പില നന്നായി റോസ്റ്റ് ആയതിന് ശേഷം മാത്രം, നല്ല കറുമുറു ആയിട്ട് ആയതിന് ശേഷം മാത്രം തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ട തേങ്ങ നന്നായിട്ട് കളറ് മാറിയിട്ടുണ്ട്. നമ്മൾ സാമ്പാറിനൊക്കെ ചെയ്യണത് പോലെ ഇതിപ്പോൾ ക്യാമറയിൽ നല്ല കളറ് ചേഞ്ചായിട്ട് തോന്നുന്നില്ല. നന്നായിട്ട് നല്ല കളറ് ചേഞ്ച് ആയിട്ടുണ്ട് ശരിക്കും. പക്ഷേ ക്യാമറയുടെ ഒരു ഇത് കാരണം അത്ര തോന്നുന്നില്ല. നമുക്ക് ഈ ഉരുളിയുടെ അടിഭാഗം കണ്ടാലറിയാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. ചൂടാറിയതിന് ശേഷം മാത്രം മതി. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായി ചൂടാറണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒരു 5-6 പീസാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അരയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, ഇതാണ് പഴയ കാലത്തൊക്കെ വേപ്പില കട്ടി എന്ന് പറയുന്ന സംഭവം. നല്ല ഹെൽത്തിയാണത്. കഞ്ഞിയുടെ കൂടെ ഇത് മാത്രം മതി. ചൂടുള്ള ചോറിൻ്റെ കൂടെയും ഇത് തന്നെ ധാരാളം മതി. അപ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മൾ കറിവേപ്പിലയും അതുപോലെ തേങ്ങയും കൂടി ഒരുപാടുണ്ടായിരുന്നു. പൊടിച്ച് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സൂപ്പർ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു. താങ്ക് യു.